everyone, welcome back to Asylum Learning. It's me Jamshad. The World of Humor എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മാർക്ക് ട്വെയിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. മാർക്ക് ട്വെയിൻ്റെ ഒരു ഡയറി നിങ്ങളുടെ ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാന്നുള്ളതാണ് പറയുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കാണുമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഡയറി റൈറ്റിംഗ്. ഓക്കെ, ഡയറി റൈറ്റിംഗ് എഴുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ. ഇമാജിൻ യു ആർ മാർക്ക് ട്വെയിൻ. നിങ്ങൾ ആരാണ്? നമ്മുടെ മാർക്ക് ട്വെയിൻ ആണ്. നിങ്ങൾ ആരാണ്? മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ആളാണ് നിങ്ങൾ. ഓക്കെ, യു ഹാവ് ജസ്റ്റ് റിയലൈസ് ദാറ്റ് ദ കണ്ടക്ടർ ഫോർഗോട്ട് ടു വേക്ക് യു അപ്പ് അറ്റ് ദ ഡിജോൺ. ഡിജോണിൽ എത്തിയ സമയത്ത് മൂപ്പര് നിങ്ങളെ വിളിക്കാൻ മറന്നു. ഇവർ ഓൾറെഡി പറഞ്ഞാണ് വിളിക്കണേ. ഓക്കെ, ആൻഡ് യു റീച്ച് പാരീസ് ഇൻസ്റ്റഡ്. പകരം നിങ്ങൾ എവിടെ എത്തി? പാരീസിലെത്തി. നിങ്ങൾക്ക് അത് അറിയാലോ. ഓക്കെ, റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിങ് യുവർ ഫീലിംഗ്സ്. നിങ്ങളുടെ ഫീലിംഗ്സ് എന്തായിരിക്കും? എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? ഭയങ്കര ഹാപ്പി ആവില്ലേ? വൗ, പാരീസും കാണാം, ഡിജോണും കാണാം, വൗ അതാണോ? അല്ലെങ്കിൽ ദേഷ്യമാണോ? എന്താണ് നിങ്ങളുടെ ഫീലിംഗ് അബൌട്ട് ദ ഇൻസിഡന്റ്? ആ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് വിവരിക്കുന്ന ഒരു ഡയറി. ഓക്കെ, ഡിസ്ക്രൈബിംഗ് വാട്ട് ഹാപ്പൻഡ് ആൻഡ് വാട്ട് യു ലേൺ ഫ്രം ദിസ് ഹ്യൂമറസ് എക്സ്പീരിയൻസ്. നിങ്ങൾ എന്താണ് ഈ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്താണ് പിന്നെ സംഭവിച്ചതെന്നൊക്കെ വിവരിക്കുന്ന ഒരു ഡയറി നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതിന്റെ ആൻസർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റെഡി ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിലൊക്കെ എക്സ്പെക്റ്റബിൾ ആണ്. ഇത് വന്നില്ലെങ്കിലും ഡയറി നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ എങ്ങനെ ഡയറി എന്നൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ സൈലത്തിന്റെ അവഞ്ചേഴ്സ് ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ന്യൂ ബാച്ച്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു പ്രൈസ് ആണ് ഒരു മാസത്തേക്ക് വരുന്നത്. എങ്ങനെയാണ്? ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക്. ഇനി നിങ്ങളുടെ അക്കാഡമിക് കഴിയുന്നവരെ, നിങ്ങൾ 7ാം ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും കിട്ടും. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും സ്ലൈഡും നോട്ട്സും എക്സാമും ഇന്നാപ്പ് കമ്മ്യൂണിറ്റി പറഞ്ഞ ഫീച്ചേഴ്സ്, ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഇതാണ്. ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അവഞ്ചേഴ്സ് ബാച്ച് അറിയാലോ. USSന്റെ ഫ്രീ ബാച്ചും ഉണ്ട് കേട്ടോ. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ USSന്റെ ഫ്രീ ബാച്ച് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും സൈലത്തിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവുക എന്നൊക്കെ. ഓക്കെ, എന്നിട്ട് ഓക്കെ ആണ്, നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ഓൾമോസ്റ്റ് ക്രിസ്മസ് എക്സാം ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ്, ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അതിന്റെ ആൻസർ ആണ് ഡേറ്റ് 12th June 2025. ഡേറ്റ് കൊടുക്കാം. എന്നിട്ട് ടുഡേ സംതിങ് ഫണ്ണി ഹാപ്പൻഡ്. ഇന്ന് ഒരു കോമഡി നടന്നു. അത് ഒരു കോമഡി ആയിട്ടാണ് അദ്ദേഹം എടുത്തത്, ഇല്ലേ? ദേഷ്യം പിടിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും കോമഡി ആയിട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫീലിംഗ് എന്താണ്? കോമഡി, ഫണ്ണി. ഐ ഹാഡ് ആസ്ക്ഡ് ദ കണ്ടക്ടർ ടു വേക്ക് മീ അറ്റ് ദി ഡിജോൺ. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞ ഡിജോണിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ വോക്ക് അപ്പ് ഇൻ പാരീസ്. പക്ഷെ എണീറ്റ് നോക്കുമ്പോൾ പാരീസ്. ഓക്കെ, ഐ വാസ് വെരി ആംഗ്രി. എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഫീലിങ്സ്, അദ്ദേഹത്തിന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആംഗ്രി ആണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫണ്ണി ഹാപ്പൻഡ് എന്നാണ്. എന്താ സംഭവിച്ചത്? ഫണ്ണി ഹാപ്പൻ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ആംഗ്രി ആയിരുന്നു. But the conductor calmly said, വളരെ കാമായിട്ട്, വളരെ ക്വയറ്റ് ആയിട്ട്, വളരെ ശാന്തമായിട്ട് പറഞ്ഞു, I wasn't as angry as the American he had put off at Dijon. വേറൊരു അമേരിക്കക്കാരനുണ്ട്, മൂപ്പരെ ഞാൻ ഡിജോണിൽ കൊണ്ടുപോയി ഇറക്കിന്. അയാൾ അത്ര ആംഗ്രി, അയാൾ അത്ര ദേഷ്യം നിങ്ങൾക്ക് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ I couldn't help laughing. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ചു പോയി. സംടൈംസ്, അതാ അവസാനം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, എക്സ്പീരിയൻസ് ചെയ്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ എക്സ്പീരിയൻസ് കിട്ടിയത്? സംടൈംസ് മിസ്റ്റേക്സ് ക്യാൻ ബി റിയലി അമ്യൂസിങ്. ചിലപ്പോൾ തെറ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ പറ്റുന്നതായിരിക്കും ചിലപ്പോൾ അത് കുറച്ചുകൂടി അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുന്നത്. പല ഈ പറഞ്ഞ ഇൻവെന്റേഴ്സും, അല്ലേ, ശാസ്ത്രജ്ഞന്മാരും പല ഇൻവെൻഷനും നടത്തിയിട്ടുള്ളത്, പല പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ആക്സിഡന്റിലൂടെ ആയിരുന്നു, അല്ലെങ്കിൽ മിസ്റ്റേക്കിലൂടെ ആയിരുന്നു, അല്ലേ? അങ്ങനെ മിസ്റ്റേക്കിലൂടെ കണ്ടെത്തിയ ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ കമന്റ് ചെയ്യുക. അവസാനം മാർക്ക് ട്വെയിൻ്റെ ആ ഒരു പേരും കൊടുത്തു കഴിഞ്ഞാൽ ഡയറി സെറ്റാണ്. സോ ഇനി നിങ്ങൾ എന്താക്കുക, ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയും വാട്സപ്പ് ചാനലിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. വാട്സപ്പ് ചാനൽ USSന്റെ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്യുക. ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക, സെറ്റാക്കുക, പവറാക്കുക. നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ, എന്തൊരു കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏത് ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ചാപ്റ്ററിനുള്ള ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഗ്രാമർ വേണോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കമന്റ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ bye. It's me Jamshad. You can call me JD. Thank you. Love you all.